അടുത്ത് നമ്മൾ പറയുന്ന രണ്ട് ടേംസ് ആണ് യൂണിഫിക്കേഷനും റിഡക്ഷനും. ഇതൊന്നുമില്ല. യൂണിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? യൂണിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫണ്ടമെന്റൽ ഫോഴ്സസ് പഠിച്ചില്ലേ? ഈ ഫണ്ടമെന്റൽ ഫോഴ്സസ് എല്ലാം ഒരെണ്ണമാണ്. ഇപ്പം നമ്മൾ എത്ര ഫണ്ടമെന്റൽ ഫോഴ്സസ് പഠിച്ചു? 4 എണ്ണം പഠിച്ചില്ലേ? ഈ 4 എണ്ണം യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് എന്നുള്ള ആ സ്റ്റഡിയെ പറയുന്ന പേരാണ് യൂണിഫിക്കേഷൻ മെത്തേഡ്. ആ മെത്തേഡിനെ പറയുന്ന പേരാണ് unification method. So in unification we try to prove that all the fundamental forces are the same. In unification we try to prove that all the fundamental forces are the same. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പരിപാടിയാണ് റിഡക്ഷനിസം. അപ്പോൾ റിഡക്ഷൻ മെത്തേഡ്. അപ്പോൾ റിഡക്ഷനിസത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവം എടുക്കും. അപ്പോൾ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എടുത്തിട്ട് അതിനെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിട്ട് കട്ട് ചെയ്യും. സിമ്പിൾ സ്റ്റെപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഓരോന്നിനെ പറ്റി പഠിക്കുന്ന സ്റ്റഡി മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ റിഡക്ഷനിസം എ കോംപ്ലക്സ് പ്രോസസ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു സിമ്പിൾ സ്റ്റെപ്സ് ആൻഡ് വി സ്റ്റഡി അബൌട്ട് ഈച്ച്. സോ വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിഫിക്കേഷൻ ആൻഡ് റിഡക്ഷനിസം? ആരും ചോദിക്കില്ല, ചുമ്മാ പറഞ്ഞു വിടുന്നു. പറയൂ, വാട്ട് ഈസ് യൂണിഫിക്കേഷൻ? ഇൻ യൂണിഫിക്കേഷൻ വി ട്രൈ ടു യൂണിഫൈ the fundamental forces in nature. In reductionism, a complex process is split into simple parts and we study about each. Once again, in unification, we try to unify the fundamental forces in nature. In reductionism, a complex process is split into small parts and we study about each. Okay, that is the difference between unification and reduction. Then അച്ചീവ്മെൻറ്റ്സ് ഇൻ യൂണിഫിക്കേഷൻ അതൊന്നും ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു വിടാം. ന്യൂട്ടൺ, നമ്മുടെ ന്യൂട്ടൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് പറയുന്നത്. ന്യൂട്ടൺ നമ്മുടെ യൂണിഫിക്കേഷൻ പ്രോസസ്സിൽ എന്ത് ചെയ്തു? നമ്മുടെ ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിച്ചല്ലേ? അത് സെലസ്റ്റിയൽ ബോഡീസിനും ആപ്ലിക്കബിൾ ആണ്, ടെറസ്ട്രിയൽ ബോഡീസിനും ആപ്ലിക്കബിൾ ആണ്. സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ളത്, ടെറസ്ട്രിയൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ തറയിലുള്ളത്, അപ്പോൾ എർത്തിലുള്ളത്. അപ്പോൾ എർത്തിലുള്ള ബോഡീസിനും പിന്നെ സെലസ്റ്റിയൽ ബോഡീസിനും ന്യൂട്ടൻ്റെ ആ ലോ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യത്തിനെ യൂണിഫൈ ചെയ്യാൻ ശ്രമിച്ചു. എന്താണ്? ഹി ട്രൈഡ് ടു യൂണിഫൈ സെലസ്റ്റിയൽ ആൻഡ് terrestrial gravitation. Celestial and terrestrial gravitation. അപ്പോൾ സെലസ്റ്റിയൽ ഗ്രാവിറ്റേഷനും ടെറസ്ട്രിയൽ ഗ്രാവിറ്റേഷനും യൂണിഫൈ ചെയ്യാൻ ശ്രമിച്ചു ആര്? ന്യൂട്ടൺ. അടുത്തത് ഈസ്റ്റഡ് ആൻഡ് ഫാരഡേ. എന്താണ്? ഈസ്റ്റഡും ഫാരഡേയും. ഈസ്റ്റഡിനെയും ഫാരഡേയും നമുക്കറിയാം. എന്താണ് ഈസ്റ്റഡ് കണ്ടുപിടിച്ച കാര്യം ഓർമ്മയില്ലേ? ഈസ്റ്റഡ് എന്താ ചെയ്ത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി, ഓർമ്മയുണ്ടോ? ഇനി ഫാരഡേ എന്താ? മാഗ്നറ്റ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി. അപ്പോൾ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും എന്താണ് ഇതിൻ്റെയും യൂണിഫിക്കേഷൻ നടത്തി ആരെല്ലാം? ഫാരഡേയും ഈസ്റ്റഡും. അപ്പോൾ ഈസ്റ്റഡ് ആൻഡ് ഫാരഡേ യൂണിഫൈഡ് ഇലക്ട്രിസിറ്റി ആൻഡ് magnetism. So they proved that electric and magnetic phenomena are inseparable. അടുത്തത് മാക്സ്വെൽ. മാക്സ്വെല്ലിനെ അറിയാം. മാക്സ്വെല്ലിനെ ഞാൻ അന്ന് പറഞ്ഞതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അത് ഒപ്റ്റിക്സിലും അപ്ലൈ ചെയ്യാം. ഒപ്റ്റിക്സ് എന്താണെന്ന് അറിഞ്ഞില്ലേ? ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്സ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിസവും പിന്നെ ഒപ്റ്റിക്സും യൂണിഫൈ ചെയ്തു ആര്? മാക്സ്വെൽ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാനൊരു പറയാൻ വേണ്ടി 2-3 എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ന്യൂട്ടൺ? വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് മിസ്റ്റർ ന്യൂട്ടൺ ഇൻ യൂണിഫിക്കേഷൻ പ്രോസസ്? ഹി ട്രൈഡ് ടു യൂണിഫൈ celestial and terrestrial gravitation. Then Eastern and Faraday they tried to unify electricity and magnetism. Then electricity and magnetism are inseparable, they found. Then Maxwell he unified എന്തൊക്കെ? ഇലക്ട്രോമാഗ്നറ്റിസം ആൻഡ് ഒപ്റ്റിക്സ്. അതൊക്കെ ജസ്റ്റ് പറഞ്ഞു വിടുക. അടുത്തത് നമ്മുടെ ഫിസിക്സിനകത്തുള്ള കൺസർവേഷൻ ലോസ് പറയും. ഇത് നമ്മൾ പഠിച്ചതാണ്. കൺസർവേഷൻ ലോസ് ഇൻ ഫിസിക്സിനകത്തുള്ള കൺസർവേഷൻ ലോസ് പറയാമോ? വാട്ട് ആർ ദ കൺസർവേഷൻ ലോസ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങൾ പഠിച്ചതല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി.
എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് പറഞ്ഞല്ലേ. അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഫിസിക്സിനകത്തുള്ള ഒരു കൺസർവേഷൻ ലോ ആണ്. അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് നമ്മൾ നെക്സ്റ്റ് ഇയർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അടുത്തതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ് മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അടുത്ത നാലാമത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. മൊമെന്റം എന്താണെന്നറിയാം, മാസിനെയും വെലോസിറ്റിയും കൂടെ ഇൻഡ്യൂ ചെയ്യുന്ന വാല്യൂ ആണ് മൊമെന്റം. ഊക്കം നമ്മൾ പറയില്ലേ, അത് തന്നെ. ഇനി കറങ്ങുന്ന സാധനത്തിന്റെ ഊക്കിനെ പറയുന്ന പേരാണ് ആംഗുലാർ മൊമെന്റം. അത്രേ ഉള്ളൂ. അപ്പോൾ വാട്ട് ആർ ദ കൺസർവേഷൻ ലോസ് ഇൻ ഫിസിക്സ്? Law of conservation of energy, law of conservation of charge, law of conservation of momentum, law of conservation of angular momentum. അപ്പോൾ ബോഡി കിടക്കുന്ന ഫുൾ സാധനങ്ങൾ എന്ന് പറയുക. What is unification? In unification we try to prove that all the fundamental forces are the same. Then in reduction a complex process is split into small parts and we study about each. Then what is the contribution of Mr. Newton in unification? He unified celestial and terrestrial gravitation. Then Easton and Faraday, they unified electricity and magnetism. They found that electricity and magnetism are inseparable. Maxwell, what is it? Electromagnetism. He combined electromagnetism and optics. Then which are the conservation laws in physics? Law of conservation of energy, law of conservation of charge, law of conservation of momentum, law of conservation of angular momentum. Okay.